ഹലോ. ഇന്നലെ ഏട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ തേജുവിനെ ക്ലാസ്സിലൊക്കെ വിട്ട് ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏട്ടൻ പറഞ്ഞു വാ ടൗണിലേക്ക് പോവാന്ന്. അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി വാതിലൊക്കെ അടച്ച് ഞങ്ങൾ ടൗണിലേക്ക് വിട്ടു കേട്ടോ. വേറെ ഒന്നുമല്ല, ഏട്ടൻ വന്നുകൊണ്ട് എന്തെങ്കിലും കറിക്ക് മേടിക്കാൻ വേണ്ടി പോവാണ്. ഏട്ടൻ പറഞ്ഞു എന്താ വാങ്ങണ്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു കുറേ നാളായി ബീഫ് മേടിച്ചിട്ട്. അങ്ങനെ ബീഫ് വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ബീഫ് സ്റ്റാളിലേക്ക് വിട്ടു. ബീഫൊക്കെ മേടിച്ച് വരുമ്പോൾ നല്ല കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കപ്പയും മേടിച്ചു. നല്ല കോമ്പിനേഷനാണല്ലോ കപ്പയും ബീഫും. കപ്പയൊക്കെ മേടിച്ചു വരുന്ന വഴിക്ക് വീടിൻ്റെ അടുത്തുള്ള കടയിൽ കയറി കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ച് എൻ്റെ തുണി തയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ തയ്ക്കുന്ന സ്ഥലത്ത് പോയിട്ട് തുണിയൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് വന്ന പാടെ ഞാൻ ആദ്യം തന്നെ കുറച്ച് വാഷ് ചെയ്യണ്ടായിരുന്നു. വേഗം തന്നെ വാഷ് ചെയ്യാനിട്ട് വന്നപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു. വേഗം തന്നെ ചോറിനങ്ങോട്ട് വെള്ളം വെച്ചു. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ചോറ് വെച്ചാൽ മതിയല്ലോ. വേഗം വേഗുന്ന അരിയുമാണ്. അങ്ങനെ ചോറിനെല്ലാം അരിയിട്ട്. ഏട്ടനാണെങ്കിൽ ഒരു 1:30 2 മണിയാകുമ്പോഴത്തേക്കും ഭക്ഷണം വേണം. അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാ. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചോറിന് അരിയൊക്കെ ഇട്ട്. അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല വെള്ളപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു തോരൻ വെക്കാൻ. അങ്ങനെ വെള്ളപ്പയർ കഴുകി അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്ത് വന്നു. വേഗം തന്നെ ചോറ് ഊറ്റി. ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. അപ്പോൾ തന്നെ എനിക്ക് വിശന്ന് പണ്ടാരടങ്ങി. കുറേ നേരമായി പോയിട്ട് ടൗണിലേക്ക്. വന്നപ്പോൾ 1 മണിയായി. അങ്ങനെ കണ്ടതൊക്കെ എടുത്ത് വലിച്ച് വാരി കഴിച്ചു. അപ്പോഴത്തേക്കും കുറച്ച് ആശ്വാസം വന്നു. പിന്നെ വേഗം തന്നെ തോരനുള്ള അരപ്പെല്ലാം സെറ്റാക്കി അങ്ങോട്ട് വെച്ചു. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാ. എന്തെങ്കിലും നോൺ ഐറ്റംസൊക്കെ വേണം. ഞാനും തേജുവാണെങ്കിൽ അങ്ങനെ വേണ്ട. ഞങ്ങളങ്ങനെ നോൺ അങ്ങനെ കഴിക്കാറില്ല. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വെജിറ്റേറിയൻ ആക്കി കഴിച്ചിരിക്കും. ഏട്ടൻ വന്നാൽ എന്തെങ്കിലും ഒരു നോണ് കാര്യങ്ങളൊക്കെ വേണം. എനിക്ക് ബീഫ് കറി ഒന്നും വെക്കാനറിയില്ല. പിന്നെ ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയാ ബീഫിന് ചേർക്കേണ്ടത്, എങ്ങനെയാണ് ബീഫ് വെക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് ബീഫ് കറി വെച്ചു. അങ്ങനെ തോരനെല്ലാം റെഡിയായി. അപ്പോഴത്തേക്ക് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ബീഫ് കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി അങ്ങോട്ട് വന്നു. അപ്പം തന്നെ എനിക്ക് പകുതി വിശപ്പായി. ഞാൻ വേറെ ആരെയും നോക്കിയില്ല. നല്ല ചൂട് ചോറും തേങ്ങാക്കൊത്തിട്ടുള്ള ബീഫ് കറിയും നല്ല തോരനും ഇട്ട് നല്ലോണം ഫുഡ് അങ്ങോട്ട് അടിച്ചു. അപ്പം തന്നെ പകുതി ആശ്വാസം. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.